ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ജിപേ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് 100 കണക്കിന് മെസ്സേജ് എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർക്കുള്ള സംശയം നമ്മൾ ഡിലീറ്റ് ചെയ്ത പേയ്മെന്റ് ഹിസ്റ്ററി വീണ്ടും അതിൽ ഷോ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റു ചിലർക്കുള്ള സംശയം ഈ ഓപ്ഷൻ അതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലർക്ക് പാസ്വേഡ് കൊടുത്ത് അകത്ത് കയറാൻ പറ്റുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഇതുകൊണ്ട് തന്നെ കമന്റിൽ വന്ന ചില ആൾക്കാർക്ക് ഗൂഗിൾ പേ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ചില കൂട്ടുകാർ അതിൽ ചോദിച്ചത് ഇത് സേഫ് ആണോ, ബാങ്ക് റെക്കോർഡ് ഡിലീറ്റ് ആകുമോ എന്നായിരുന്നു. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാരിഫിക്കേഷനും കൂടി ഞാൻ പറയാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഒരിക്കലും ഡിലീറ്റ് ആവുകയില്ല. നിങ്ങളുടെ ബാങ്ക് ഹിസ്റ്ററി സേഫ് തന്നെയായിരിക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആക്ടിവിറ്റി ഹിസ്റ്ററി മാത്രമാണ്, അതായത് പ്രൈവസി കൺട്രോൾ മാത്രം. ബാങ്ക് റെക്കോർഡ് പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യാൻ ഒരു ആപ്പിനും പെർമിഷൻ ഇല്ല. വാട്സപ്പിൽ വന്ന് സംശയം ചോദിച്ച എല്ലാവർക്കും പേഴ്സണലി ക്ലിയർ ചെയ്ത് കൊടുത്ത ശേഷമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫേക്ക് ട്രിക്ക് അല്ല, ഗൂഗിൾ പേ ഒഫീഷ്യൽ വർക്കിംഗ് മെത്തേഡ് ആണ്. അതും നമ്മൾ ഗൂഗിൾ പേ ആപ്പിൽ കയറാതെ തന്നെ ഗൂഗിളിൽ നിന്ന് തന്നെ പെർമനന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് കാര്യം 90% ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് റോങ് ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തത് ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിക്കുകയുള്ളൂ. അപ്പം മിക്ക പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ഏത് ഇമെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾക്ക് എവിടെ നിന്ന് കണ്ടെത്താം, അത് കണ്ടെത്തിയതിന് ശേഷം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പെർമനന്റ് ആയി എങ്ങനെ ഡിലീറ്റ് ആക്കാം എന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് അകത്ത് കയറുക. ശേഷം മിക്ക പേർക്കുമുള്ള ഒരു പരാതിയാണ് ഗൂഗിൾ പേ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് യൂസ് ചെയ്തതെന്ന് അറിയില്ല എന്നുള്ളത്. അതിനുള്ള വഴി ഇതിൽ തന്നെയുണ്ട്. നിങ്ങൾ അതിനായി മുകളിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന ഇന്റർഫേസിൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം യുവർ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തുറന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കണ്ടെത്തുക. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഞാൻ അത് ഓപ്പൺ ചെയ്തു. മോഹൻ കുറുപ്പ് എന്നാണ് വ്യക്തിയുടെ പേര്. ഇവിടെ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്ത ഡേറ്റും അതുകൂടാതെ ടൈമും ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. 480 രൂപയാണ് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തതായി കാണിക്കുന്നത്. കൂടാതെ ഡേറ്റ് ജനുവരി 23 6:59 PM ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ആദ്യം ട്രാൻസാക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം നിങ്ങൾ ഗൂഗിൾ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ അവിടെ കണ്ട ഇമെയിൽ ഐ ഡി അല്ല, ഇതേ ഇമെയിൽ ഐ ഡിയിലാണ് ഞാൻ ഓപ്പൺ ആക്കുന്നതെങ്കിൽ എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അവിടെ ഓപ്പൺ ആവില്ല. കാരണം എൻ്റെ ഗൂഗിൾ പേയിലുള്ള ഇമെയിൽ ഐ ഡി വേറെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഇമെയിൽ ഐ ഡി മാറ്റിവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയിലുള്ള ഇമെയിൽ ഐ ഡി ഏതാണോ അതേ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഗൂഗിളിൽ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. അത് ആഡ് ചെയ്യാനായി ഇപ്പോൾ ഇവിടെയുള്ള ഇമെയിൽ ഐ ഡിയുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഓപ്ഷനിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. ശേഷം നമ്മുടെ ഇപ്പോഴുള്ള ഇമെയിൽ ഐ ഡിയുടെ നേരെ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിൽ ഏത് ഇമെയിൽ ഐ ഡി ആണോ യൂസ് ചെയ്യുന്നത് ആ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. ശേഷം ഇപ്പോൾ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് മാറിയിട്ടുണ്ട്. ശേഷം സ്ക്രോൾ ചെയ്താൽ ഇവിടെ താഴെ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസിൽ താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈ ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ടാബിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെർച്ച് യുവർ ആക്ടിവിറ്റി എന്നുള്ള ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ
അതർ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൻ്റെ താഴെ തന്നെ മാനേജ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എന്താണോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആണോ അത് കൊടുത്ത് നിങ്ങൾ അകത്ത് പ്രവേശിക്കുക. അകത്ത് പ്രവേശിച്ചതിന് ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ടായ ഒരു സ്ഥലം ഇവിടെയാണ്. കാരണം ഇവിടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ആകെ 4-5 ട്രാൻസാക്ഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. മുഴുവനായിട്ടും ഇവിടെ കാണിക്കുന്നില്ല. മുഴുവനായും നിങ്ങൾക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മുകളിലോട്ട് പോവുക. മുകളിൽ ഗൂഗിൾ പേ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷന് താഴെ വ്യൂ ആൻഡ് മാനേജ് യുവർ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ ഗൂഗിൾ പേയിൽ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ശേഷം നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷൻ ആണോ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ട്രാൻസാക്ഷൻ നിങ്ങൾ കണ്ടെത്തുക. ഉദാഹരണത്തിന് ഗൂഗിൾ പേയിൽ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ നേരത്തെ കാണിച്ചത് 450 രൂപയാണ്. 23-ാം തീയതി 6:59 PM ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ആ ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടെത്തുക. ജനുവരി 23 എപ്പോഴാണോ അത് നമ്മൾ കണ്ടെത്തുക. അതിനായി ഞാൻ ഇത് മിനിമൈസ് ചെയ്ത് നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിന്ന് ജനുവരി 23-ാം തീയതി ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവിടെ കാണാം 450 രൂപ 6:59 PM ഞാൻ ഇവിടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ അയച്ച വ്യക്തിയുടെ പേര് കാണിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ പേയിൽ പോയി ആരുടെ ട്രാൻസാക്ഷൻ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ എമൗണ്ടും ഡേറ്റും ടൈമും നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഞാൻ നേരത്തെ ഇത് നോക്കി വെച്ചത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യണം. അതിനായി ഞാൻ സൈഡിൽ കാണുന്ന ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹിസ്റ്ററി അതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ മെസ്സേജ് വരും. ശേഷം താഴെ കാണുന്ന ഗോ ഇറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഹിസ്റ്ററി ഗൂഗിൾ പേ ആപ്പിൽ നിന്നും എന്നേക്കുമായി നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ആ ഡിലീറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഗൂഗിൾ പേയിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി ഇത് മിനിമൈസ് ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ബാക്കോട്ട് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് 450 രൂപ. ഇത് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ്. ശേഷം ഗൂഗിൾ പേയിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ മുകളിൽ മോഹൻ കുറുപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇനി ഇവിടെ കാണിക്കില്ല. ഇതുപോലെയാണ് ഗൂഗിൾ പേ ഹിസ്റ്ററി പെർമനൻ്റായി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ശരിയായ വഴി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.